നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറേറ്റിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഇപ്പോൾ ഒരു സമരം നടക്കുകയാണ്. ഒരു പ്രതിഷേധ സമരം, നിരാഹാര സമരമാണ് നടക്കുന്നത്. ഇവർ അംഗൻവാടിയിൽ ജീവനക്കാരായിരുന്നു. അംഗൻവാടി ജീവനക്കാരായ പെൻഷനായ മുൻ അംഗൻവാടി ജീവനക്കാരാണ്. കൂട്ടത്തിൽ ടീച്ചർമാരുമുണ്ട്, ഹെൽപ്പർമാരുമുണ്ട്. ഇവരാണ് ഇപ്പോൾ ഇവിടെ ഈ ഡയറക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം ചെയ്യുന്നത്. രാവിലെ തുടങ്ങിയതാണ് ഇവരുടെ ഈ ഒരു സമരം. ഇതിൽ പ്രധാനമായി ഇവർ ആവശ്യപ്പെടുന്നത് ഇവർക്ക് ഗ്രാറ്റുവിറ്റി നൽകണം, അതുപോലെ തന്നെ ഇവരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ അംഗനവാടികളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഈ അമ്മമാരൊക്കെ തന്നെയും ഇവിടെ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇവരുടെ പെൻഷൻ തുക കൂട്ടുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. നിലവിൽ ഇപ്പോൾ അംഗൻവാടി ടീച്ചർക്ക് 2500 രൂപയും ഹെൽപ്പർക്ക് 1500 രൂപയുമാണ് ഇവരുടെ നിലവിൽ ഇവർക്ക് പെൻഷനായി ലഭിക്കുന്നത്. ഈ അംഗൻവാടി നിലവിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ 2-3 തവണയായി നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവർക്ക് പെൻഷൻ വർധനം ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റിയാണ് ഇവർ പ്രധാനമായി ആവശ്യപ്പെടുന്നത്. 2022 സുപ്രീം കോടതി ഈ 2010 ശേഷം വിരമിച്ച ആളുകൾക്ക് ഗ്രാറ്റുവിറ്റി നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെയും ഇവർക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കുകയും ചെയ്തിട്ടില്ല. ഇതോടെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 100 കണക്കിന് ആളുകൾ ഇവിടെ ഈ സമരവുമായി എത്തിയിരിക്കുന്നത്. എന്താണ് പ്രധാന പ്രശ്നം? മാഡം, ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ ഗ്രാറ്റുവിറ്റി ഫണ്ട് തരാനുള്ള ഫണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് അനുവദിക്കുക. 2022 സുപ്രീം കോടതി വിധി എത്രയും പെട്ടെന്ന് നടപ്പാക്കുക. ഈ ഇലക്ഷന് മുമ്പ് ഞങ്ങൾക്ക് ഗ്രാറ്റുവിറ്റിക്കുള്ള ഫണ്ട് അനുവദിക്കുക. ഈ ഫണ്ട് അംഗൻവാടിയിൽ എത്ര വർഷം ജോലി ചെയ്തോ, എത്ര പേര് ഇപ്പൊ 33,000 പേര് പിരിഞ്ഞവരുണ്ട്, അവർക്കെല്ലാം കൊടുക്കാൻ ഫണ്ടില്ല എന്നാണ് സർക്കാർ നമ്മളോട് പറയുന്നത്. ഈ 33,000 പേര് ഫണ്ട് കിട്ടാതെ നീട്ടി നിൽക്കുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഈ സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ആദ്യം പിരിഞ്ഞവർക്ക് അവർക്ക് അർഹതപ്പെട്ട തുക കൊടുത്തിരുന്നെങ്കിൽ ഇത്ര 33,000 പേര് ഇപ്പോഴുണ്ടാവത്തില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പെൻഷൻ ഉയർത്തണമെന്നാണ് മറ്റൊരു ആവശ്യം. പെൻഷൻ ഉയർത്തണമെന്ന് കാര്യം ഞങ്ങൾക്ക് അംഗൻവാടി വർക്കർമാർക്ക് 2,500 രൂപയും ഹെൽപ്പർമാർക്ക് 1,500 രൂപ കിട്ടുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് ഒരു 10,000 രൂപയ്ക്ക് ഉയർത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വലിയ പ്രതിസന്ധിയാണെന്ന് തോന്നുന്നല്ലേ നിങ്ങൾ? ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധിയിലാണ്. അതുപോലെ 4 മാസമായി ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട്. പെൻഷൻ കിട്ടിയിട്ട് തന്നെ 4 മാസം പെൻഷനും കൂടെ തരാതെ 4 മാസമായി തരാതായിട്ട്. എല്ലാരും പല പല രോഗത്തിന് അടിമകളാണ്. ഇതിനകത്ത് നടക്കാൻ വയ്യാത്തവര് പോലുമുണ്ട്. കുറെ പേര് വന്നിട്ടില്ല. ആഴ്ചയില് ഒരു 1,500 രൂപയുടെ മരുന്നെങ്കിലും ഞങ്ങൾക്ക് വേണം. കിട്ടാത്തന്നെ മേഡം. ഞാൻ 35 വർഷം സർവീസ് ചെയ്യുന്നതാണ്. എനിക്ക് കൊറോണ സമയത്ത് സുഖമില്ലാതായി ഞാൻ എല്ലാ റെക്കോർഡും കൂടിയാണ് ലീവ് എടുത്തത്. 1 വർഷത്തെ ലീവ് 1.5 വർഷത്തെ ലീവ് എടുത്തതിന്റെ പേരിൽ എന്റെ ക്ഷേമനിധി മുടങ്ങിയെന്നും പറഞ്ഞ് പെൻഷൻ തടഞ്ഞു വെച്ചു. 10 വർഷം ക്ഷേമനിധി അടച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ആനുകൂല്യവും കൊടുക്കണ നിയമമുള്ള ഗവൺമെന്റ്. പക്ഷെ എന്റെ തടഞ്ഞു. മരുന്ന് വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. മരുന്ന് വാങ്ങാൻ പോലും ഞങ്ങൾക്ക് പൈസയില്ല. എല്ലാവരും രോഗികളാണ്. അതിൽ വെറും 1,500 രൂപ ഹെൽപ്പർക്ക്, 2,500 വർക്കർക്ക്. അത് എല്ലാ മാസവും കിട്ടാറില്ല. ഇതൊക്കെയാണ് ഇവർ പ്രധാനമായും പറയുന്ന പ്രശ്നങ്ങൾ. ഗ്രാറ്റുവിറ്റി നൽകുക എന്നുള്ളതാണ് പ്രധാനമായ ആവശ്യം. അതുപോലെ തന്നെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ജീവിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷൻ തുക കുറച്ചുകൂടി ഉയർത്തണമെന്നുള്ള ഒരു ആവശ്യം ഇവർ മുന്നോട്ടേക്ക് എന്തായാലും വെക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ഡിസംബർ മാസമാണ് അവസാന പെൻഷൻ ലഭിച്ചത്. അതിനുശേഷം ഈ പെൻഷൻ തുകയും കുടിശ്ശികയായി തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതുകൂടി നൽകണമെന്നുള്ള ആവശ്യവും ഇവർ എന്തായാലും മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവരുടെ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വരെയാണ് സമരമുള്ളത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകളൊക്കെ നടന്നു വരുന്നുണ്ട്. പക്ഷേ അതിലൊരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമരം തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും നിലവിൽ വിരമിച്ച ഈ അംഗൻവാടി ജീവനക്കാരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്.